Hi students, we are discussing the second module differentiation of real analysis in 6th semester BSc Mathematics. We have already discussed section 6.1 and section 6.2. Now it's only remain section 6.3 L Hospital's rule. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ. ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആദ്യമേ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എ ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഓഫ് എക്സ് ബി ആണ് എങ്കിൽ, അതിന്റെ കൂടെ ബി നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ എന്ത് പറയാന്നറിയോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ബൈ ബി ആയിരിക്കും. അതായത് രണ്ട് ലിമിറ്റ് ഉണ്ട്, അതിന്റെ കോഷ്യന്റ് ആകുമ്പോൾ എന്താ ലിമിറ്റും കോഷ്യന്റ് ആയിട്ട് എഴുതും. പ്രൊവൈഡഡ് ദ ലിമിറ്റ് ദ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ബി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി ബി 0യും എ നോൺ 0യും ആണെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ 0യും ന്യൂമറേറ്റർ നോൺ 0 ആണെങ്കിൽ ലിമിറ്റ് ഇൻഫിനിറ്റ് എന്ന് പറയും. എപ്പോഴാ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ട് 0 ആണെങ്കിൽ, അതായത് എയും 0 ബിയും 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് ദ കോഷ്യന്റ് ഈസ് സെഡ് ടു ബി ഇൻഡിറ്റർമിനേറ്റ്. ഒരു എക്സാമ്പിൾ, if alpha is any real number and if we define f of x is equal to alpha x and g of x is equal to x, then limit x tends to 0 f of x by g of x എന്നാ യഥാർത്ഥത്തിൽ വരുന്നത്? ലിമിറ്റ് x tends to 0 ആൽഫ എക്സ് ബൈ എക്സ്. ഇത് യഥാർത്ഥത്തിൽ 0/0 ഫോം അല്ലേ? ഇവിടെ നമ്മൾ എക്സും എക്സും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 0 ആൽഫ വിച്ച് ഈക്വൽ ടു ആൽഫ. അപ്പൊ ഇവിടുത്തെ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്താ? 0/0 ഫോം അല്ലേ? ഇനി അതർ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, 0 റൈസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റൈസ് ടു 0, 0 റൈസ് ടു 0, 1 റൈസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ തിയറം. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. ലെറ്റ് എഫ് ഓഫ് എ ഈസ് ഇക്വൽ ടു ജി ഓഫ് എ ഈസ് ഇക്വൽ ടു 0. ലെറ്റ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. If f and g are differentiable at a, if g dash of a not equal to 0, then the limit of f by g at a exists and is equal to f dash of a by g dash of a. Thus, limit extends to a plus f of x by g of x is equal to f dash of a by g dash of a. ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? ക്ലോസ് ഇന്റർവൽ എ ബി ഉണ്ട്, അവിടെ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ ആണ് എഫും ജിയും. എ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻ പോയിന്റ് ആണ്. ഓക്കെ, ലെഫ്റ്റ് എൻ പോയിന്റ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് ലിമിറ്റ് ഇല്ല, റൈറ്റ് ലിമിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എ പ്ലസ് എന്ന് വന്നത്, അതുകൂടെ ഓർത്തോണം കേട്ടോ. അപ്പം എ ആണ് ലെഫ്റ്റ് എൻ പോയിന്റ്. ഇനി നോക്കി, എഫ് ഓഫ് എയും ജി ഓഫ് എയും 0 ആണ്. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഏതൊരു എക്സ് എടുത്താലും ജി ഓഫ് എക്സ് 0 ആകത്തുമില്ല. ഇനി പറഞ്ഞേക്കുവാണ്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. ജി ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ ജിയുടെ ലിമിറ്റ് അറ്റ് എ എക്സിസ്റ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പ്രൂഫ് സിമ്പിൾ ആണ്. എഫ് ഓഫ് എയും ജി ഓഫ് എയും 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന് എന്നാ എഴുതാറ്? എഫ് ഓഫ് എക്സ് മൈനസ് 0 ബൈ ജി ഓഫ് എക്സ് മൈനസ് 0. 0യുടെ സ്ഥാനത്ത് എഫ് ഓഫ് എയും ജി ഓഫ് എയും ഇട്ട് കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു എക്സ് ബൈ എക്സ് മൈനസ് എയും കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി രണ്ട് സൈഡിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് കൊടുത്തു. അപ്പൊ എന്നാ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ഇത് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ഇത്. അപ്പൊ അതെന്താ കിട്ടും? എഫ് ഡാഷ് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എഫ് ഓഫ് എയും ജി ഓഫ് എയും 0 ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് എസെൻഷ്യൽ ഹൈപ്പോത്തിസിസ് ആണ്. അത് എസെൻഷ്യൽ ആണ് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 17ഉം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് 3യും എടുത്തു. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 17 ആണ്, അത് 0 അല്ല. ജി ഓഫ് 0 എന്ന് പറയുന്നത് 3 ആണ്, അത് 0 അല്ല. എന്താ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ 17/3 ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0 ചെയ്യുമ്പോൾ 1/2 എന്നാണ് കിട്ടുന്നത്. ഇത് രണ്ടും സെയിം അല്ല. കാരണം എന്തോ ഇവിടെ ഇത് വരാത്തത് കൊണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x² പ്ലസ് x ബൈ സൈൻ 2x.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ 2x. എഫ് ഓഫ് 0 0 ആണ്, ജി ഓഫ് 0 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, ജി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. എഫ് ഓഫ് 0യും ജി ഓഫ് 0യും 0 ആയതുകൊണ്ട് ഇപ്പം പറഞ്ഞ തീറം അനുസരിച്ച്, തീറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണ പരീക്ഷയ്ക്ക് എന്നാ പറയാം, എഫ് ഡാഷ് ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0 എന്ത് 2 ഇൻറ്റു 0 പ്ലസ് 1, ഇതെന്തു 2 ഇൻറ്റു കോസ് 0. അപ്പൊ എന്താ 1/2 എന്ന് കിട്ടി. നെക്സ്റ്റ് കോഷി മീൻ വാല്യൂ തിയറം. നമ്മൾ മീൻ വാല്യൂ തിയറം എന്താണെന്ന് കണ്ടായിരുന്നു. അടുത്തത് കോഷി മീൻ വാല്യൂ തിയറം ആണ്. അപ്പൊ എന്താണ് മീൻ വാല്യൂ തിയറം കോഷി മീൻ വാല്യൂ തിയറം തമ്മിൽ വ്യത്യാസം വരുന്നത്? ഇവിടെ രണ്ട് ഫംഗ്ഷൻ വരും, എഫും ജിയും. ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. Assume that g dash of x not equal to 0 for all x element of open interval ab. അപ്പൊ വ്യത്യാസം വരുന്നത് എന്താണ്? രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഈ ഒരു കണ്ടീഷനോട് വരുന്നു. Then there exists a point C in AB such that f of b minus f of a by g of b minus g of a is equal to f dash of c by g dash of c. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് g dash of x not equal to 0 for all x element of ab എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റോൾസ് തിയറം വെച്ചിട്ട് എന്നാ പറയാം? അപ്പൊ നോക്കിയേ, റോൾസ് തിയറം എന്താ പറയുന്നത്? ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈക്വൽ ടു എന്താ പറയുന്നത്? ജി ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ അല്ലയോ? അപ്പൊ ജി ഡാഷ് ഓഫ് സി നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പം ഈ ടേം നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ജി ഓഫ് ബി നോട്ട് ഈക്വൽ ടു ജി ഓഫ് എ. ഓക്കെ, ഇനി ഫോർ എക്സ് എലമെന്റ് ഓഫ് ക്ലോസ് ഇന്റർവൽ എ ബി ഡിഫൈൻ എ ഫംഗ്ഷൻ. ഇത് പഠിക്കണം. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പഠിക്കണം. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഇനി ജി ഓഫ് എ, ഇവിടെ എക്സ് ഉള്ളിടത്തല്ല എ ഇട്ട് കൊടുക്കുക, വെട്ടിപ്പോയി 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ ജി ഓഫ് ബി ഇതേപോലെ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസും ആണ്. അപ്പൊ എന്താ? കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി, എച്ച് ഓഫ് എ ഇസിക്കൽ എച്ച് ഓഫ് ബി ഇസിക്കൽ 0. അപ്പൊ റോൾസ് തിയറം വെച്ച് തന്നെ പറയാൻ, there exists a point C in AB such that h dash of C is equal to 0. അപ്പൊ എച്ച് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എച്ച് ഡാഷ് ഓഫ് എക്സ്, എന്നിട്ട് എച്ച് ഡാഷ് ഓഫ് സി ചെയ്യുക. എച്ച് ഡാഷ് ഓഫ് സി നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എന്താ? അത് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അടുത്തത് നോട്ടാണ്, ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോഷി മീൻ വാല്യൂ തിയറം. നമ്മൾ മീൻ വാല്യൂ തിയറത്തിന്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ. അപ്പൊ എന്താ? ദ ഫംഗ്ഷൻ എഫ് ആൻഡ് ജി ക്യാൻ ബി വ്യൂഡ് ആസ് ഡിറ്റർമിനിങ് എ കർവ് in the plane by means of parametric equation x is equal to f of t, y is equal to g of t, a less than or equal to t less than or equal to b. Then the conclusion of the theorem is that there exists a point f of c, g of c on the curve for some c in open interval a b such that the slope g dash of c by f dash of c of the line tangent to the curve at that point is equal to the slope of the line segment joining the endpoints of the curve. ഇനി കോഷി മീൻ വാല്യൂ തിയറം എങ്ങനെ മീൻ വാല്യൂ തിയറം ആകും? ഇഫ് ജി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ്, ജി ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ കോഷി മീൻ വാല്യൂ തിയറം റെഡ്യൂസസ് ടു മീൻ വാല്യൂ തിയറം. അപ്പൊ നമുക്ക് മീൻ വാല്യൂ തിയറം കിട്ടും. പരീക്ഷയ്ക്ക് എസ് ഐക്ക് ചോദിക്കും, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മീൻ വാല്യൂ തിയറം ആൻഡ് കോഷി മീൻ വാല്യൂ തിയറം. എക്സ്പ്ലെയിൻ ഹൗ കോഷി മീൻ വാല്യൂ തിയറം റെഡ്യൂസസ് ടു മീൻ വാല്യൂ തിയറം. നെക്സ്റ്റ് എൽ ഹോസ്പിറ്റൽ റൂൾ 1, എൽ ഹോസ്പിറ്റൽ റൂൾ 2. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ എ പാർട്ടിൽ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ചോദിക്കും. അപ്പം വൃത്തിക്ക് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ലെറ്റ് എഫ് കോമ ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി. Suppose that limit x tends to a plus
f of x equal to 0 equal to limit x tends to a plus g of x. ഇനി if limit x tends to a plus f dash of x by g dash of x is equal to L അങ്ങനാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സും ആ എൽ തന്നെ ആയിരിക്കും. എപ്പോഴാണ് ഏതൊരു റിയൽ നമ്പർ ആണെങ്കിലും അത് തന്നെയാകും. രണ്ടാമത്തെ കേസിൽ എന്തോ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണെങ്കിൽ പോലും അത് തന്നെ കിട്ടും. അപ്പൊ ഇതിന്റെ പ്രത്യേകത നോക്കി, എ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആകാം, അതാണ് ഈക്വൽ ടു വന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആകാം. എഫും ജിയും ഓപ്പൺ ഇന്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ആണ്. ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എപ്പോഴാണ് എയ്ക്കും ബിക്കും ഉള്ള ഏത് എക്സ് എടുത്താൽ. ഈ കണ്ടീഷൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സും 0 ആണ്. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് ഇത് പറയുന്നത്. ഇനി എൽ ഹോസ്പിറ്റൽ റൂൾ 2 കൂടെ നമുക്ക് നോക്കാം. ഇതേ കണ്ടീഷൻ തന്നെ, സെയിം കാര്യങ്ങളാണ്. എന്താണ് അവിടെ വ്യത്യാസം വരുന്നത്? ആദ്യത്തെ കണ്ടീഷൻ എല്ലാം സെയിം ആണ്. ലെറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് താൻ ഈക്വൽ ടു എ ലെസ് താൻ ബി ലെസ് താൻ ഈക്വൽ ടു ഇൻഫിനിറ്റി. ലെറ്റ് എഫ് കോമ ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ എ ബി സച്ച് ദാറ്റ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ ബി. അത്രയും സെയിം ആണ്. എന്താണ് വ്യത്യാസം? അവിടെ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു 0 ഈസിക്കൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ്. ഇവിടെ പറയുന്നത് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ് ഈസിക്കൽ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആയാൽ മതി കണ്ടീഷൻ. ഇനി പഴയ പോലെ തന്നെ അവിടെ കൺക്ലൂഷൻ സെയിം ആണ്. അവിടെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എൽ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഇതിന്റെ ലിമിറ്റും. എപ്പോഴാ റിയൽ നമ്പർ ആണെങ്കിലും പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലും അതേപോലെ പറയാം. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ 1ന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ നമുക്ക് തന്നേക്കുന്ന കാര്യം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് തന്നേക്കുന്നത്. ഇനി ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി. അപ്പൊ റോൾസ് തിയറം വെച്ച് മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ബീറ്റായും ആൽഫയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോൾസ് തിയറം വെച്ച് ഇങ്ങനല്ലേ, ഇത് നോട്ട് ഈക്വൽ ടു 0 എന്നാ പറഞ്ഞേക്കുന്നത് ഈ കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ എന്താ പറയാ, ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് 0 അല്ല. അതായത് ജി ഓഫ് ബീറ്റ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ആൽഫ. ഈ കോഷി മീൻ വാല്യൂ തിയറം എന്താ പറയാ, ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് ഒരു യു കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് യു ബൈ ജി ഡാഷ് ഓഫ് യു ആണ്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഈസിക്കൽ ടു എൽ ഒരു റിയൽ നമ്പർ ആണെന്ന് എടുക്കുക. അപ്പൊ ഏതൊരു എപ്സിലോൺ തന്നാലും എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു സി കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് മോഡ് എഫ് ഡാഷ് ഓഫ് യു ബൈ ജി ഡാഷ് ഓഫ് യു മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ യു എലമെന്റ് ഓഫ് എ സി. ഇനി ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ. ഇനി നമ്മുടെ കോഷി മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തില്ലേ, അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുത്തു. ഇനി എന്താ വെച്ചെടുത്ത് ഫോർ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ സി. ഇനി ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കുക. അപ്പൊ എന്നാ കിട്ടും, എഫ് ഓഫ് എ അതെന്തുവാ, ലിമിറ്റ് എഫ് ഓഫ് എ ചെയ്യുമ്പോൾ എന്തോ 0 ആണ്, ഇതും 0 ആണ്. അപ്പൊ ഈ രണ്ട് ടേംസ് പോയി, ബാക്കി എന്തോ എഫ് ഓഫ് ബീറ്റ ബൈ ജി ഓഫ് ബീറ്റ. അപ്പൊ അങ്ങനെ ഇത് എഴുതി. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാം, ഇതിന്റെ ലിമിറ്റ് എൽ ആണെന്ന് പറയാം, റിയൽ നമ്പർ ആണ്. ഇനി ഇൻഫിനിറ്റി ആണെന്ന് എടുക്കുക. എൽ ഇൻഫിനിറ്റി ആണെങ്കിൽ അപ്പൊ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തോ ഒരു എം എൽ എ എടുക്കുന്നത്. ഇഫ് ക്യാപിറ്റൽ എം ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ ദർ എക്സിസ്റ്റ് സി എലമെന്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് മേളിൽ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് യു ബൈ ജി ഡാഷ് യു ഗ്രേറ്റർ ദാൻ എം ഫോർ ഓൾ യു എലമെന്റ് ഓഫ് എ സി. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുത്തു. ഇനി ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് കൊടുക്കുമ്പോ എന്താ എഫ് ഓഫ് ബീറ്റ ബൈ ജി ഓഫ് ബീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയും ഫോർ ബീറ്റ എലമെന്റ് ഓഫ് എ സി. എം ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ലിമിറ്റും ഇൻഫിനിറ്റി എന്ന് പറയാം. സിമിലർ ആർഗ്യുമെന്റ് മൈനസ് ഇൻഫിനിറ്റിയും കൊടുക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് ബൈ റൂട്ട് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, ജി ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സും ജി ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിച്ചു. കോസ് എക്സും 1/2 റൂട്ട് എക്സ് ബൈ എൽ ഹോസ്പിറ്റൽ റൂൾ 1. പരീക്ഷയ്ക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ 1 എന്ന് എഴുതുക. സമയത്തിനനുസരിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ വേണമെങ്കിൽ എഴുതുക. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് കോസ് എക്സ്, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പൊ ഇങ്ങനെ കിട്ടി, ഉത്തരം 0 എന്ന് കിട്ടി. ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെത്താൻ ചെയ്യണേ, എളുപ്പമാണ്. എല്ലാത്തിന്റെ ആൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട്.
എൽ ഹോസ്പിറ്റൽ റൂൾ 2 മുമ്പേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. പ്രൂഫ് നോക്കാം. പ്രൂഫ് പഴയതുപോലെ തന്നെ ഉള്ളു കേട്ടോ, തുടങ്ങുന്ന എല്ലാം അങ്ങനെ. അപ്പൊ സപ്പോസ് ദാറ്റ് ഇതാണ് തന്നേക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ് ഈസിക്കൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇനി ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് റോൾ സീറം വെച്ചിട്ട് ജി ഓഫ് ബീറ്റ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ആൽഫ ആണ് ഫോർ ആൽഫ കോമ ബീറ്റ എലമെന്റ് ഓഫ് എ ബി വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ. കോച്ചി മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ദർ എക്സിസ്റ്റ് യു എലമെന്റ് ഓഫ് ആൽഫ ബീറ്റ സച്ച് ദാറ്റ് ഇങ്ങനെ എഴുതാം. മേളിൽ പറഞ്ഞതിന്റെ കൂടെ തന്നെയുള്ള. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് എൽ എലമെന്റ് ഓഫ് ആർ വിത്ത് എൽ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നു കഴിഞ്ഞാൽ ഒരു സി കണ്ടുപിടിക്കാൻ സാധിക്കും. എവിടാ? ദർ എക്സിസ്റ്റ് സി എലമെന്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് മേളിൽ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ. എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് യു ബൈ ജി ഡാഷ് ഓഫ് യു ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ വേർ യു എലമെന്റ് ഓഫ് എ സി. ഇതിന്റെ സ്ഥാനത്ത് നമ്മുടെ കോഷി മീൻ വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ, അപ്പൊ നമ്മൾ പറയും ജി ഓഫ് സി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ബീറ്റയുടെ സ്ഥാനത്ത് സി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ 1 കിട്ടിയേ. ഇനി ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ, അപ്പൊ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ, ആൽഫ ടെൻസ് ടു എ പ്ലസ് ആകുമ്പോ എന്തോ കിട്ടുന്നത്? ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലോട്ടല്ലേ പോന്നെ, അപ്പൊ എന്താ ടെൻസ് ടു 0 പോകുന്നെന്ന് പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ 0യ്ക്കും 1നും ഇടയ്ക്കാന്ന് അസ്യൂം ചെയ്യുക. ഇനി ജി ഓഫ് ആൽഫ മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്നാ പറയാം? 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ്, അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം ഈ ടേം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ അല്ലേ, അപ്പം 1ൽ നിന്ന് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ മൈനസ് ചെയ്താൽ എന്തോ പോസിറ്റീവ് അല്ലേ കിട്ടുന്നത്, അപ്പൊ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇക്വേഷൻ 1നെ ഈ പോസിറ്റീവ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതും ഇതൂടെ വെട്ടിക്കളയുമ്പോ എന്തോ ഒരു മൈനസ് വരത്തില്ലേ, മൈനസ് വരുന്നതുകൊണ്ട് ഇത് തിരിച്ചെഴുതും. അപ്പൊ എന്തോ എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് എഴുതി. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതി ഇവിടെ. ഓക്കെ, ഇനി ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ടെൻസ് ടു 0 ആണ്, ആൽഫ ടെൻസ് ടു എ പ്ലസ്. അതേപോലെ തന്നെ എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയും ടെൻസ് ടു 0 ആണ്. അപ്പൊ എന്തോ പറയാം, നമുക്ക് ഒരു ഡെൽറ്റ, then for any delta with 0 less than delta less than 1, there exists d element of AC such that 0 less than g of c by g of alpha less than delta and mod f of c by g of alpha less than delta for all alpha element of AD ആണ് എങ്കിൽ എന്നാ പറയാം? L minus epsilon into 1 minus delta less than f of alpha by g of alpha less than L plus epsilon plus delta എന്ന് പറയും. ഇനി ഡെൽറ്റ ആയിട്ട് 1ന്റെയും എപ്സിലോണിന്റെയും എപ്സിലോൺ ബൈ മോഡൽ പ്ലസ് 1ന്റെ മിനിമം എടുത്താൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്കത് ചെയ്യാം. എൽ ഈസിക്കൽ 0യിലും എൽ ലെസ് ദാൻ 0യിലും ഇതേപോലെ പറയാം. നമ്മൾ എൽ ഗ്രേറ്റർ ദാൻ 0യിലാണ് ചെയ്തത്, ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഇനി ഇതേപോലെ തന്നെ അടുത്ത കേസ് ചെയ്യുക. അടുത്ത കേസ് എന്തുവാ? എൽ പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ, അപ്പൊ ലെറ്റ് എം ഗ്രേറ്റർ ദാൻ 1 ബി ഗിവൺ സി എലമെന്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് ഇങ്ങനെ എഴുതി. ഇത് കോഷി മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഇതാണ് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, അപ്പൊ നമ്മൾ ജി ഓഫ് സി പോസിറ്റീവ് ആണെന്ന് എടുത്തു. ഇനി നോക്കിയേ, ഇങ്ങനെ എഴുതുവാണേ, ഇത് ഓർത്ത് വെച്ചോണേ. മോഡ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ലെസ് ദാൻ 1/2 ആൻഡ് 0 ലെസ് ദാൻ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ലെസ് ദാൻ 1/2 ഫോർ ആൽഫ എലമെന്റ് ഓഫ് എ സി. ഇനി ബീറ്റയുടെ സ്ഥാനത്ത് സി ഇട്ട് കൊടുക്കുക ഇക്വേഷൻ 2ൽ. അപ്പൊ എന്നാ കിട്ടും? എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ, ആ രീതി കിട്ടുമല്ലോ. എന്നിട്ട് ഈ ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കി, ഇങ്ങനെ കിട്ടി. ഇത് വെട്ടി പോയിട്ട് ഇത് തിരിഞ്ഞെഴുതും. ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതി. ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ എഴുതി. ഇനി എം ആർബിട്രറി ആയതുകൊണ്ട് എന്താ പറയാ, ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. ഇതേ ആർഗ്യുമെന്റ് മൈനസ് ഇൻഫിനിറ്റിയും കൊടുക്കുക. പ്രോബ്ലം നോക്കിക്കേ, മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആകുമ്പോൾ
ഇങ്ങനെ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് ലിമിറ്റ് ഇടുക. വീണ്ടും ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നോക്കി ഇങ്ങനെ കിട്ടി. വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയതുകൊണ്ട് വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഓക്കെ, അതേപോലെയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണേ. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതർ ഇന്റർമീഡിയറ്റ് ഫോം. ഐ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രോ 0 പൈ ബൈ 2 കൺസിഡർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ്. ഇത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആണ്, ഇൻഡിപെൻഡന്റ് ഫോം ആണ്. അപ്പൊ ഇത് ചെയ്യുന്നത് നോക്കിയേ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് സൈൻ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് സൈൻ എക്സ് എന്ന് എടുത്തു. എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. വീണ്ടും 0 ബൈ 0 ഫോം ആണ്. അപ്പൊ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അപ്പൊ 0 ബൈ 2 0 എന്ന് കിട്ടി. അടുത്ത 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് ലോഗ് എക്സ്. അപ്പൊ ഇതെന്താ, എക്സ് 0 ഇൻറ്റു ലോഗ് 0, അതായത് 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ ചെയ്യുന്നത് നോക്കിയേ, എക്സ് ലോഗ് എക്സിനെ എന്താ എഴുതി, ലോഗ് എക്സ് ബൈ 1 ബൈ എക്സ്, എന്നിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. 0 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ ഇത് ഈ കാര്യം ഓർത്ത് വെക്കുക. ഇത് ഉപയോഗിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് റൈസ് ടു എക്സ്. അപ്പൊ 0 റൈസ് ടു 0 ഫോം അല്ലേ. അപ്പൊ എക്സ് റൈസ് ടു എക്സിനെ എന്തോ എടുത്തു, ഇ റൈസ് ടു എക്സ് ലോഗ് എക്സ്. അപ്പം ലിമിറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ലോഗ് എക്സ്, അതാണ് 0 എന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഇ റൈസ് ടു 0 1 ആണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മേളിൽ എഴുതിയ കാര്യം കൂടെ പ്രൂവ് ചെയ്യണം. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഹോൾ റൈസ് ടു എക്സ്, 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ ഇതും ഇ റൈസ് ടു ഇതിൽ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഇ എന്ന ആൻസർ കിട്ടും. ഇനി മേളിൽ പറഞ്ഞ സെയിം കാര്യം ഇവിടെ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്, ഇവിടെ എക്സ്റ്റെൻസ് ടു 0 ആണ്. അപ്പം ഇൻഫിനിറ്റി റൈസ് ടു 0 ഫോം ആണ്. മേളിൽ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രോബ്ലംസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ തീർന്നു, ഡിഫറൻസിയേഷൻ തീർന്നു. ആദ്യത്തെ മോഡ്യൂളിൽ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ മോഡ്യൂളിൽ ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് പഠിച്ചു. മൂന്നാമത്തെ മോഡ്യൂളിൽ ഇന്റഗ്രേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്.